വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പല ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും എല്ലാ തവണയും റിപ്പീറ്റഡ്ലി 5 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 5 മാർക്സിനും അതേപോലെ 2 മാർക്സിനും ഒക്കെ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷനാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് കുറച്ച് ടോപ്പിക്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. പക്ഷെ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാത്തത് പഠിക്കുക, നിങ്ങൾ മിസ് ചെയ്യരുത് ഇത് പഠിക്കാൻ നേരത്ത്. അപ്പോൾ എന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് 5 മാർക്സിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മാർക്സിന് റിപ്പീറ്റഡ്ലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചോദിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അതുപോലെ 2 മാർക്സിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, നെയിം ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന്. ഓക്കെ, 2 മാർക്സിന് ചോദിക്കുന്നതാണ് നെയിം ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 5 സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നമുക്കുള്ളത്. ഓക്കെ, 5 എണ്ണമാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്നറിയോ, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അതേപോലെ ഹെൽത്ത് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, അതേപോലെ ഇൻഫർമേഷൻ. ഇങ്ങനെ 5 എണ്ണമാണ് നമുക്ക് എന്തുള്ളത്, നമ്മുടെ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻടു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഒരു പ്രൊഡക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ആക്കി മാറ്റുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നതാണ് എന്താ, എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഓൺ എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം നമുക്ക് നല്ല പഠിത്തം ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് നല്ല ജോലി കിട്ടും അല്ലെ. നല്ല ജോലി ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടാനുസൃതം നമുക്ക് എന്താ മേടിക്കാം അല്ലെ. നമ്മുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂടും. അതേപോലെ എന്താ, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൂടും. അതേപോലെ എന്താ, നമുക്ക് സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ എന്താണ്, എഡ്യൂക്കേഷൻ വഴി എന്താ, നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇൻവെന്റ് ചെയ്യാനും പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അല്ലെ. യെസ്, അപ്പൊ നോക്കി എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി. യെസ്, നമ്മുടെ കയ്യിൽ എന്ത് വരും, കാസ്, പണോ, ദുട്ട്, മണി വരും. യെസ്, ആൻഡ് എന്താണ്, ഇറ്റ് ഇൻക്രീസസ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കും. അതുപോലെ എന്താണ്, ഇറ്റ് റൈസസ് സോഷ്യൽ സ്റ്റേറ്റസ്, നമുക്ക് എന്താ സമൂഹത്തിലൊരു നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടും, നല്ലൊരു അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടും. ആൻഡ് നോക്കി, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ്, പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ജുറാസിക് പാർക്ക് പടം, ജുറാസിക് വേൾഡ് പടം, അതേപോലെ ഹാരി പോട്ടർ, ഈ ഒരു സിനിമയിലൊക്കെ നമുക്ക് കാണാം എന്താണ്, ഡൈനോസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരുപാട് കാലം മുമ്പ് എന്താ വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയാണ് അല്ലേ. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ ഹാരി പോട്ടറിൽ ഒരുപാട് മാജിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്, അത് നമ്മൾ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ട ആനിമേഷനും ഗ്രാഫിക്സും AI ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സിനിമകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അല്ലേ. ഇപ്പോൾ ഇത് എന്തിന് ഫാക്ടറാണ്, നമ്മുടെ എന്താണ്, എഡ്യൂക്കേഷൻ ഒരു മെയിൻ ഫാക്ടർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ. യെസ്, ആൻഡ് എന്താണ്, കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞു എന്താണ്, നമുക്ക് എന്താണ് പഠിത്തം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടും. നല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, സാലറി കിട്ടും. സാലറി ഉണ്ടെങ്കിൽ എന്താ, നമ്മൾ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിലേക്കും ഡെവലപ്മെന്റിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. യെസ്, എങ്ങനെ, ടാക്സിലൂടെയും കാര്യത്തിലൂടെയും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ആദ്യം എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് 2 പോയിന്റ്സോടെ ഇതിന്റെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്താന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് ഈസ് വെൽത്ത്. നമുക്ക് നല്ല പഠിത്തമുണ്ട്, നമുക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായിട്ടും ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം നടക്കത്തില്ല അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു മേജർ ഫാക്ടർ ഓഫ് എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് പല രീതിയിൽ എന്താണ്, നമ്മുടെ ഹെൽത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ എന്താ മെന്റൽ ഹെൽത്തും കൂടെ നോക്കുന്നതാണ്. ഓക്കെ, ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരാൾ ജോലിയിൽ പോയി കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ, അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവത്തില്ല. പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ രാജ്യത്തിൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല, അവിടെ GDP-യിലും കുറവുണ്ടാവും. യെസ്, നോക്കി എന്താണെന്ന്, ഹെൽത്ത് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീങ്. ഹെൽത്തി population can contribute to a country's growth. എന്താണ്, ഒരു
എന്താണ് ഹെൽത്തി പോപ്പുലേഷൻ ആണെങ്കിൽ എന്താണ് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലേക്കും ഗ്രോത്തിലേക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, a sick labor without access to medical facilities is compelled to abstain from work and there is loss of productivity എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കിയേ hence expenditure on health is an important source of human capital formation എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് 4 രീതിയിലാണ് എന്താ ഹെൽത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ നോക്കിയാൽ ഫസ്റ്റ് വൺ ആണ് എന്താ പറയുന്നത് പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് കൊറോണ വന്നു, കൊറോണ നമ്മുടെ നാട്ടിൽ മൊത്തം വന്നു. ഓക്കെ, അപ്പോൾ എന്താ കൊറോണ വന്ന സമയത്ത് കൊറോണ വന്നവരും ഉണ്ട് വരാത്തവരും ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ വന്നവർക്കും വരാത്തവർക്കും ഒക്കെ എന്താ ഇനിയും ഈ കൊറോണ വരാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് വരാത്തവർക്ക് എന്താ അത് വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നവർക്ക് ഇനി അത് വരാതിരിക്കാനും വേണ്ടി എന്താ നമ്മുടെ ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നു വാക്സിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അല്ലേ. എന്തിനു വേണ്ടിയാ പ്രിവെന്റീവ് മെഡിസിൻ പ്രതിരോധ മരുന്ന് നമ്മൾ പറയും അല്ലേ. യെസ്, അതാണ് ഇത് പറയുന്നത് പ്രിവെന്റീവ് മെഡിസിൻ. ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്താ പറയുന്നത് ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു പനി വന്നു. ഓക്കെ, ആ പനി വന്നപ്പോൾ എന്താ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്ത് തരും ഡോളോ തരും അല്ലെങ്കിൽ എന്താ അധികം ക്ഷീണമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ ഇടും അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത് ക്യൂറേറ്റീവ് മെഡിസിൻ മെഡിക്കൽ ഇന്റർവെൻഷൻ ഡ്യൂറിങ് ഇൽനെസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് തേർഡ് വൺ ആണ് എന്താന്ന് പറയുന്നത് സോഷ്യൽ മെഡിസിൻ എന്ന് പറയും. എന്താണ് സോഷ്യൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത് ലിറ്ററസി എല്ലാവരിലേക്കും എത്തിക്കുക. കൊറോണ വന്ന സമയത്ത് എന്താ നമ്മളോട് പറഞ്ഞു സാനിറ്റൈസർ യൂസ് ചെയ്യണം, മാസ്ക് യൂസ് ചെയ്യണം, 1 arm ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതാണ് എന്ത് സോഷ്യൽ മെഡിസിൻ എന്നാണ്. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ആണ് എന്താന്ന് പറയുന്നത് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഗുഡ് സാനിറ്റേഷൻ നമ്മൾ എടുക്കണമെന്ന്. അതിലേക്കൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഓൺ ഹെൽത്ത് നടത്തിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തിലൊക്കെയാണ് പ്രിവെന്റീവ് മെഡിസിൻ, ക്യൂറേറ്റീവ് മെഡിസിൻ, സോഷ്യൽ മെഡിസിൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഗുഡ് സാനിറ്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു, നമ്മൾ എഡ്യൂക്കേഷൻ കണ്ടു, ഹെൽത്ത് കണ്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയും. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനിയുടെ മുതലാളിയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് നിങ്ങൾ എന്താ തൊഴിലാളികളെ ജോലിക്കാരെ എടുക്കുന്നുണ്ട്, എംപ്ലോയീസിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ എംപ്ലോയീസിന് നമ്മൾ എന്താ കൊടുക്കുന്നത് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കും. എന്തിനു വേണ്ടി ജോലി ഇരിക്കെ തന്നെ ട്രെയിനിങ് കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാം എങ്ങനെ ആ ജോലി ചെയ്യാം അല്ലെങ്കിൽ എന്താ എങ്ങനെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് ആ ജോലി ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സിമ്പിൾ, അത്രയേ ഉള്ളൂ. നോക്കി എംപ്ലോയേഴ്സ് പ്രൊവൈഡിങ് ട്രെയിനിങ് ടു ദെയർ എംപ്ലോയീസ് വൈൽ ഓൺ ദ ജോബ്, ലേണിംഗ് ഹൗ ടു ഡു ദ ജോബ് ഓർ ഡു ദ ജോബ് ബെറ്റർ വൈൽ ഇൻ ദ റോൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത് മൈഗ്രേഷൻ. നമ്മുടെ ഫോർത്ത് വൺ ആണ് എന്ത് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ കസിൻസോ അവരൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് UK, കാനഡ, അമേരിക്ക ഒക്കെ പോകുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജോലി ഇല്ലാതിരുന്നിട്ടാണ് അവർ അങ്ങോട്ടൊക്കെ പോകുന്നത്? അല്ല, നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നതിലും കൂടുതൽ മറ്റുള്ള രാജ്യത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ ഇവർക്ക് സാലറി കൂടുതൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ പോവർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞേ അൺഎംപ്ലോയ്മെന്റ് ആണെന്നും പറഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, പീപ്പിൾ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് ടു ഫെച്ച് ദം സാലറീസ് ദാൻ വാട്ട് ദേ ഗെറ്റ് ഇൻ ദർ നേറ്റീവ് പ്ലേസസ്. നമ്മുടെ രാജ്യത്ത് കിട്ടുന്നതിലും കൂടുതൽ സാലറി മറ്റുള്ള രാജ്യത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്താ ആളുകൾ എന്ത് ചെയ്യും മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ പോയി ജോലി കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. ആൻഡ് നോക്കി അൺഎംപ്ലോയ്മെന്റ് ഈസ് എ മെയിൻ റീസൺ ഫോർ റൂറൽ അർബൻ മൈഗ്രേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്താണ് ഈ മൈഗ്രേഷന് കുറച്ച് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അധിക കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കോസ്റ്റ് ഓഫ് ട്രാവൽ, നമുക്ക് ടിക്കറ്റ് ചാർജ് എടുക്കണം, നമ്മുടെ ഫ്ലൈറ്റ് ചാർജും കാര്യങ്ങളും എടുക്കണം, വിസ പ്രോസസ്സിങ്, ആ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ എന്താണ് കോസ്റ്റ് ഓഫ് ലേണിംഗ് സ്പെസിഫൈഡ് ജോബ്സ്, ചില ജോബ്സ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ജർമ്മനിയിൽ നമ്മളെന്താ ജർമ്മനിയിലോട്ട് പോവാണ്. ജർമ്മനിയിലോട്ട് പോകുമ്പോൾ എന്താ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ജർമ്മനിയിലോട്ട് നമ്മൾ നേഴ്സായിട്ട് ജർമ്മൻ നേഴ്സായിട്ട് പോകുമ്പോൾ എന്താ അവിടുത്തെ വേറെ എക്സാംസും കാര്യങ്ങളും എഴുതണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ എന്താ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ അബ്രോഡ്. ചേട്ടന്മാരും ചേച്ചിമാരും അല്ലെങ്കിൽ കസിൻസൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഇവിടെ തൊട്ടതിനും പിടിച്ചത് ഞങ്ങൾക്ക് ഒടുക്കത്തെ വിലയാന്ന് പറയും അല്ലേ, ഭയങ്കര ചിലവാന്ന് പറയും അല്ലേ. അത് തന്നെ സംഭവം എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഫൈനൽ വൺ ആണ് എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയും. എന്താണ് ഇൻഫർമേഷൻ? ഒന്നുമില്ല, ആളുകൾ എന്താണ് വിവരങ്ങൾക്കായിട്ട് ഇൻഫർമേഷന് വേണ്ടി എന്താ പൈസ സ്പെൻഡ് ചെയ്യും. അതാണ് സംഭവം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ നമുക്ക് എവിടെ നല്ല കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഓഫ് സർവീസ് കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടി എന്താ ആളുകൾ ഇൻഫർമേഷന് വേണ്ടി ചെലവാക്കുമെന്നാണ്. ലേബർ മാർക്കറ്റിലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് സെക്ടറിലും ഒക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പീപ്പിൾ സ്പെൻഡ് ടു അക്വയർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ലേബർ മാർക്കറ്റ് ആൻഡ് അതർ മാർക്കറ്റ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഓക്കെ, നമുക്ക് ഏത് സ്കൂളിൽ പോയി നമ്മുടെ പിള്ളേരെ ഏത് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ നല്ല അടിപൊളി ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൽ കത്തി റേറ്റ് ആണെങ്കിലും കത്തി റേറ്റ് ഇല്ലാത്ത നല്ല സർവീസ് കിട്ടുന്ന ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ തപ്പൂലേ. യെസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്? to make decisions regarding investment in human capital as well as for the efficient utilization of acquired human capital stock എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് 5 എണ്ണമാണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് പഠിക്കണം കേട്ടോ, എന്തായാലും എക്സാമിന് വന്നിരിക്കും. ഓക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഓക്കെ, 5 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി 2 മാർക്സിന് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ചോദിക്കും. നെയിം ദ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് ചോദിക്കും. ഓക്കെ, 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്നറിയോ? എഡ്യൂക്കേഷനും ഹെൽത്തുമാണ് കേട്ടോ. എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മേജർ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ക്ലിയർ ആണെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.